ഒരാൾ മരണപ്പെട്ടാൽ കുടുംബത്തിന് കോടികളൊക്കെ പരിരക്ഷ കിട്ടുന്ന രീതിയിലുള്ള ലൈഫ് ഇൻഷുറൻസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതിനെക്കുറിച്ച് പല ആളുകൾക്കും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. ലൈഫ് ഇൻഷുറൻസ് പല ആളുകളും എടുക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് പെട്ടെന്നൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് കുടുംബങ്ങൾ അത് ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് ലൈഫ് ഇൻഷുറൻസ് എടുക്കണമെന്ന് പറയുന്നത്. കാരണം ഏണിംഗ് മെമ്പർ മരണപ്പെട്ട് കഴിഞ്ഞാൽ അത് കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് ലൈഫ് ഇൻഷുറൻസ് എടുക്കണമെന്ന് പറയുന്നത്. കുട്ടികളുടെ വിദ്യാഭ്യാസം, വീട്ടു ചെലവ്, അതുപോലെ കല്യാണം, ഇതിനൊന്നും ആരുടെയും മുന്നിൽ കൈ നീട്ടാതെ കുടുംബം പോകണമെന്ന് ആഗ്രഹമുള്ളവരെല്ലാം അങ്ങനെ ലൈഫ് ഇൻഷുറൻസ് എടുത്തു വയ്ക്കും. നിർബന്ധമായിട്ടും എല്ലാവരും എടുക്കേണ്ട ഒരു മസ്റ്റ് ഇൻഷുറൻസ് തന്നെയാണ് ലൈഫ് ഇൻഷുറൻസ്. ഒരു മനുഷ്യന് പാൻ കാർഡും ആധാർ കാർഡും ഒക്കെ വെക്കുന്നതിനോടൊപ്പം ശരിക്കും ഒരു ലൈഫ് ഇൻഷുറൻസ് കാർഡും കൂടെ വെക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ വ്യക്തി ശരിക്കും സാമ്പത്തികമായ ഒരു ഉത്തരവാദിത്തമുള്ളൊരു വ്യക്തിയാണെന്ന് പറയാം. കാരണം കുടുംബത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു ലൈഫ് ഇൻഷുറൻസ് കാർഡ് എടുത്തു വച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും അത് ചെയ്തു വെക്കണം. ചില വലിയ മിസ്റ്റേക്കുകൾ ചില സമയത്ത് നമ്മൾ ചെയ്യാറുണ്ട് ഈ ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത്. അത് നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അത്തരത്തിലുള്ള ഒരു 6 മിസ്റ്റേക്കുകളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇത് മൊത്തമായി കേൾക്കുക. ഒന്നാമത്തെയും രണ്ടാമത്തെയും മിസ്റ്റേക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. 6ാമത്തെ മിസ്റ്റേക്ക് ആദ്യം പറയാം. തെറ്റായ പ്ലാൻ തിരഞ്ഞെടുക്കുന്നതാണ് 6ാമത്തെ മിസ്റ്റേക്ക്. ലൈഫ് ഇൻഷുറൻസ് നമ്മൾ എടുത്തു വയ്ക്കുന്നത് എടുത്ത ആൾ മരണപ്പെട്ടാലോ, അല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വന്നാൽ, അല്ലെങ്കിൽ ആക്സിഡൻറ്റ് സംഭവിച്ച് ഡിസബിലിറ്റി വന്നാലൊക്കെ ഒരു കവറേജ് കിട്ടാൻ വേണ്ടിയാണ്. പക്ഷെ പലരും അവരെ ഡിഫറൻ്റ് ആയിട്ടാണ് അതിനെ കാണുന്നത്. ലൈഫ് ഇൻഷുറൻസ് പണം ഉണ്ടാക്കാനായിട്ടുള്ള ടൂളായിട്ടോ പലിശ കിട്ടാനായിട്ടുള്ള ടൂളായിട്ടോ കാണാറുണ്ട്. ലൈഫ് കവറേജിൻ്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ അത്ര ഇൻഷുറൻസുകൾ കവറേജ് കുറവാണ്. നല്ല കവറേജ് കിട്ടണമെങ്കിൽ എപ്പോഴും ഓപ്റ്റ് ചെയ്യേണ്ടത് ടേം ഇൻഷുറൻസുകൾ തന്നെയാണ്. ടേം ഇൻഷുറൻസ് കുറച്ചുകൂടെ നല്ലതാണ്. വിദ്യാഭ്യാസം കുറവാണെങ്കിലും വരുമാനം കുറവാണെങ്കിലും പ്രായം കൂടുതലാണെങ്കിലും ഒക്കെ കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു ഇൻഷുറൻസ് ആണ് നമ്മുടെ ടേം ഇൻഷുറൻസ്. എലിജിബിലിറ്റി നോക്കിയിട്ടേ തീരുമാനിക്കുകയുള്ളൂ. ഓക്കെ, പക്ഷേ എന്നാലും എടുക്കാൻ പറ്റുമെങ്കിൽ ടേം ഇൻഷുറൻസ് തന്നെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. 5ാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ താരതമ്യം ചെയ്യാതെ എടുക്കരുത്. ഒരുപാട് കമ്പനികളുടെ പ്ലാനുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇന്ത്യയിലെ ഒരുപാട് കമ്പനികൾ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ നമ്മൾ ഉറപ്പായിട്ടും നോക്കണം. 99% മുകളിലാണെങ്കിൽ ഉറപ്പായിട്ടും എടുക്കാം. ഈ കമ്പനികൾക്ക് വ്യത്യസ്ത ഫീച്ചേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് വേണ്ടത് ഏതാണെന്നുള്ളത് നമ്മൾ നോക്കണം. ഓരോ കുടുംബത്തിനും ഓരോ രീതിയിലായിരിക്കും വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് പ്ലാനുകൾ തമ്മിൽ കമ്പയർ ചെയ്യാതെ ഒരു കാരണവശാലും എടുക്കരുത്. അത് വലിയൊരു മിസ്റ്റേക്കായിട്ട് മാറാറുണ്ട്. നമ്മളൊരു സാധനം വാങ്ങുന്ന സമയത്ത് ഒരു ബ്രാൻഡിനെ മാത്രമല്ലല്ലോ നമ്മൾ നോക്കുന്നത്. ഏതാണ് ബെറ്റർ എന്ന് നമ്മൾ തന്നെ നോക്കും. നമുക്ക് ഏതാണ് വേണ്ടത് നമ്മൾ കമ്പയർ ചെയ്യും. വിവിധ കമ്പനികളുടെ പ്രൊഡക്ട്സ് താരതമ്യം ചെയ്തെടുക്കുന്നതിനാണ് എപ്പോഴും നല്ലത്. അത് നിങ്ങൾക്ക് എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും? അതിനായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റിലും ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ QR കോഡ് ഞാനിവിടെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്, അതിൽ സ്കാൻ ചെയ്യാം. അവിടെ പോയാൽ നിങ്ങൾക്ക് ടേം ഇൻഷുറൻസ് എടുക്കാൻ എലിജിബിലിറ്റി ഉണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യാണ്ട് പറ്റും. ജസ്റ്റ് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. ഇവിടെ വിവിധ കമ്പനികളുടെ പ്ലാനുകൾ ഒറ്റ സ്ക്രീനിൽ കണ്ട് നമുക്ക് ആർക്കും മനസ്സിലാവുന്ന രീതിയിൽ എളുപ്പത്തിൽ നമുക്ക് ഒരു പോളിസി എടുക്കാനായിട്ട് പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ ബാധിച്ചാലോ, അല്ലെങ്കിൽ ആക്സിഡൻറ്റ് സംഭവിച്ച് ഡിസബിലിറ്റി വന്നാലോ കവറേജ് കിട്ടുന്ന രീതിയിലുള്ള റൈഡേഴ്സ് ഒപ്പം ആഡ് ചെയ്യാനും പറ്റും. മാസം 400 മുതൽ 500 രൂപയിൽ തുടങ്ങി 2 കോടി വരെ കവറേജ് കിട്ടുന്ന പ്ലാനുകൾ ഇവിടെ കാണാനായിട്ട് പറ്റും. ഇനി സംശയങ്ങളുണ്ടെങ്കിൽ സഹായിക്കാനായിട്ട് മലയാളത്തിൽ തന്നെ സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്ന ഒരവസരവും ഇതിൻ്റെ അകത്തുണ്ട്. 15% വരെ ഡിസ്കൗണ്ടും ഇവിടെ ലഭിക്കുന്നുണ്ട്. പ്രവാസികൾക്കാണെങ്കിൽ വിദേശത്ത് നിന്ന് എടുക്കുന്നതിനെക്കാട്ടും 30 മുതൽ 50% വരെ കുറഞ്ഞ ചിലവിൽ നാട്ടിൽ നിന്ന് ഇൻഷുറൻസ് എടുക്കാനും കഴിയും. ഇനി 4ാമത്തെ മിസ്റ്റേക്ക് പറയാം. 4ാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ എടുക്കാൻ വൈകുന്നതാണ്. ഇന്നെടുക്കേണ്ടത് നാളത്തേക്ക് മാറ്റിവെക്കരുത്. പ്രായം കൂടുന്തോറും പ്രീമിയം തുകയിൽ വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കുകയാണ്. 25 വയസ്സുള്ള ആളും 35 വയസ്സുള്ള ആളും അടയ്ക്കേണ്ട പ്രീമിയം തുകയിൽ വ്യത്യാസം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രീമിയം തുക കൂടില്ല. അതൊരു അഡ്വാൻറ്റേജാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എടുക്കുമ്പോൾ മാസം ഒരു 1000 രൂപയായിരിക്കും. പ്രീമിയം ഒരു 10 മുതൽ 15 വർഷം കഴിഞ്ഞാൽ ഈ 1000 രൂപ എന്ന് പറയുന്നത് വളരെ ഒരു ചെറിയ സംഖ്യയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ എടുക്കുന്നതിനാണ് ഏറ്റവും നല്ലത്. വൈകിക്കുന്നത് ഒരു മിസ്റ്റേക്ക് തന്നെയാണ്. ഇനി 3ാമത്തെ മിസ്റ്റേക്ക്, അതായത് നമ്മൾ കുറഞ്ഞ ഒരു കവറേജ് എടുക്കുന്നത് ഒരു മിസ്റ്റേക്കാണ്. കാരണം നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താണ്? നമ്മളൊരു കുറഞ്ഞൊരു പ്രീമിയം എടുക്കുകയുള്ളൂ. കാരണം കുറഞ്ഞൊരു കവറേജ് കിട്ടാൻ വേണ്ടി എടുക്കും. കാരണം നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? 2050-ലും 2060-ലും അത് മതിയെന്ന്. ഒരു 25-ാം വയസ്സിൽ ജോലി കിട്ടുന്ന സമയത്ത് നമ്മളൊരു 50 ലക്ഷത്തിൻ്റെ പോളിസി എടുക്കുന്നതെന്ന് കരുതുക. അന്നത് വലിയ തുകയായിട്ട് തോന്നും. എന്നാൽ ഭാവിയിൽ ഒരു കുടുംബമാവുന്ന സമയത്ത് സ്ഥിതി അതായിരിക്കില്ല. വർഷങ്ങൾക്ക് ശേഷം ഏതെങ്കിലും ഒരു അപ്രതീക്ഷിതമായിട്ടൊരു എന്തെങ്കിലും ഒരു സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ പണത്തിൻ്റെ മൂല്യമായിരിക്കില്ല അന്നത്തെ പണം. അപ്പം അതുകൊണ്ട് തന്നെ ആ തുക ചിലപ്പോൾ കുടുംബത്തിന് തികയാതെ വരാം. അതുകൊണ്ട് നിങ്ങളുടെ ഒരു വാർഷിക വരുമാനത്തിൻ്റെ
ഒരു 15 to 20 ടൈംസ് എങ്കിലും ടേം ഇൻഷുറൻസ് എടുത്ത് വെക്കണമെന്നാണ് സാധാരണഗതിയിൽ പറയുന്നത്, പറ്റുമെങ്കിൽ. ഇനി ഓരോ 5 വർഷം കൂടുമ്പോഴും കവറേജ് തനിയെ വർദ്ധിക്കുന്ന പോളിസികൾ ഇപ്പോൾ ഉണ്ട്. അതുപോലെ വിവാഹം, കുട്ടികൾ എന്നിങ്ങനെ ജീവിതത്തിലെ പ്രധാന ഒരു ഘടകങ്ങളിൽ കവറേജ് കൂട്ടാൻ സാധിക്കുന്ന ലൈഫ് ഈവൻറ്റ് പോളിസികളും ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കിയാൽ അറിയാനായിട്ട് പറ്റും. രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ റൈഡറിനെ കുറിച്ച് അറിയാതിരിക്കുന്നതാണ്. എന്താണ് റൈഡറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ബേസിക് പ്ലാനോടൊപ്പം നമുക്ക് കുറച്ച് എക്സ്ട്രാ സാധനങ്ങൾ എടുത്തു വയ്ക്കാൻ പറ്റും. അതുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു എക്സ്ട്രാ കവറേജ് ആ ഒരു നോമിനിക്ക് ലഭിക്കും. അപ്പം നിങ്ങളുടെ ഒരു ബേസിക് പോളിസിയോടൊപ്പം അധിക സുരക്ഷയാണ് റൈഡറുകൾ. കുറച്ച് ഉദാഹരണങ്ങൾ പറയാം. ക്രിട്ടിക്കൽ ഇൽനെസ് റൈഡർ എന്ന സാധനമുണ്ട്. ഇതെടുത്താൽ ക്യാൻസർ പോലുള്ള 59ഓളം ഗുരുതര അസുഖങ്ങൾ വന്നാൽ ആ കവറേജ് തുക നിങ്ങൾക്ക് ലഭിക്കുന്നൊരു റൈഡറാണ്. രണ്ടാമത് ആക്സിഡൻ്റൽ ഡെത്ത് ബെനിഫിറ്റ് റൈഡർ. അതായത് അപകടത്തിൽ മരണം സംഭവിച്ചാൽ ഒരു ബേസ് കവറേജിനോടൊപ്പം ഈ ഒരു അധിക തുക കൂടി നോമിനിക്ക് ലഭിക്കുന്ന ഒരു സാധനമാണ്. അത് നല്ലത് തന്നെയാണ്. മൂന്നാമതായിട്ട് ഒരു ടെർമിനൽ ഇൽനെസ് റൈഡർ എന്നൊരു സാധനമുണ്ട്. ഒരു ഗുരുതര രോഗം വന്നു കഴിഞ്ഞാൽ 6 മാസമോ 1 വർഷത്തിനോ മരിക്കുമെന്ന് ഒരു മെഡിക്കലി കൺഫേം ആയി കഴിഞ്ഞാൽ ഒരു നിശ്ചിത തുക മരിക്കുന്നതിന് മുമ്പ് തന്നെ ആ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഒരു സാധനമാണ്. ഓക്കെ, ഇതൊക്കെ കുറേ റൈഡറുണ്ട്. അപ്പോൾ ഈ റൈഡറുകളൊക്കെ നമുക്ക് നോക്കിയിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യാം. ഇതിനെക്കുറിച്ച് പല ആളുകൾക്കും അറിയില്ല. ഇനി ഒന്നാമത്തെ മിസ്റ്റേക്ക്, ഇത് നമ്മൾ എടുക്കുന്ന സമയത്ത് ചെയ്യുന്ന മിസ്റ്റേക്കാണ്. അതായത് പേയ്മെൻറ്റ് മോഡ് തെറ്റായി തിരഞ്ഞെടുക്കുന്നത്. അവസാനത്തെ ഒരു മിസ്റ്റേക്കായിട്ട് ഞാൻ പറയാൻ കാരണം, പല കുടുംബവും പല രീതിയിലാണ്. ഓക്കെ, അതായത് 1 കോടി രൂപ ഒറ്റ തവണയായിട്ട് ലംസമായിട്ട് ആ നോമിനിക്ക് കൊടുക്കണോ, അതോ 10 വർഷത്തേക്ക് മാസം തോറും നിശ്ചിത തുകയായിട്ട് കുറച്ച് തുകയായിട്ട് കൊടുക്കണോ എന്ന് നമുക്ക് തന്നെ സെറ്റ് ചെയ്യാണ്ട് പറ്റും. മാസത്തവണയായിട്ട് ആ നോമിനിക്ക് ലഭിക്കും. അത് നിങ്ങൾ നേരത്തെ സെലക്ട് ചെയ്യണം. കാരണം നിങ്ങളുടെ നോമിനിക്ക് സാമ്പത്തികമായിട്ടുള്ളൊരു സാക്ഷരത ഇല്ലെന്ന് കരുതിക്കോ. നമ്മൾ ഒറ്റയടിക്ക് ഒരു ലംസം എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു വലിയ തുക അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കൈകാര്യം ചെയ്യാൻ അറിയില്ലെങ്കിൽ അത് പ്രശ്നമാണ്. അപ്പോൾ മാസത്തവണയായിട്ട് അവർക്ക് ലഭിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ആ ഒരു കാര്യം ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് സെലക്ട് ചെയ്യാനായിട്ട് മറക്കരുത്. ഇനി ഒരു കാര്യം കൂടെ നിങ്ങളോട് എക്സ്ട്രാ ആയിട്ട് എനിക്ക് പറയണം. നിങ്ങൾ അഥവാ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ കുടുംബത്തോടൊപ്പം പറയണം. ഈ രേഖകളൊക്കെ അല്ലെങ്കിൽ ഇതിൻ്റെ പേപ്പറുകളൊക്കെ എവിടെയാണ് വെച്ചിട്ടുള്ളത് എന്നുള്ളതും കൃത്യമായി പറയണം. എങ്കിൽ മാത്രമേ അതിനുള്ള ഗുണം അവർക്ക് കിട്ടുള്ളൂ. ഓക്കെ, നമ്മളെ ഒരിക്കലും നമുക്ക് അപകടം പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരാപത്ത് കാലത്ത് അവർക്ക് ഉപകരിക്കണമെങ്കിൽ അത് പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ പലരും ചെറുപ്പത്തിൽ തന്നെ ചില സമയത്ത് മരണങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അങ്ങനെ ചില ദുഃഖകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചു, അതുപോലെ പെട്ടെന്ന് ആക്സിഡൻറ്റ് സംഭവിച്ചു, മരണം സംഭവിച്ചു, അങ്ങനെയൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവും. പെട്ടെന്നായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ കുടുംബം അഫക്റ്റ് ആകരുതെങ്കിൽ ഒരു ഇൻഷുറൻസ് എടുത്തു വെക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ സുരക്ഷ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. ഇപ്പോൾ വിവിധ കമ്പനികളെ താരതമ്യം ചെയ്ത് ഒരു 15% വരെ ഡിസ്കൗണ്ട് ലഭിക്കുന്ന ഒരു ടേം ഇൻഷുറൻസ് എടുക്കാനായിട്ടുള്ള ഒരു ലിങ്കാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്താൽ അവിടെ എത്താനായിട്ട് പറ്റും. നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക. നല്ലോണം കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു തീരുമാനം എടുക്കാനായിട്ട് പറ്റും. വളരെ ഈസിയാണ്. കുറച്ചൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ആ ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.